ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു EduPlus അക്കാഡമി. ഇന്ന് നമ്മൾ സോഷ്യോളജിയുടെ റിവിഷൻ്റെ സെക്കൻഡ് സെഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ സോഷ്യോളജിയുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണ്, അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആ ഒരു ഫോർമാറ്റും പിന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എക്സാമിന് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള പോലത്തെ അതേ സ്ട്രക്ചറിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് എക്സാം ടോട്ടൽ മാർക്ക് 100 മാർക്കിലാണ് ചോദ്യം വരിക. 3 മണിക്കൂറാണ് എക്സാമിൻ്റെ ടൈം ഉള്ളത്. അതിൽ നിങ്ങൾക്ക് 50% മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ബാക്കി 50% ആണ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് 1 മുതൽ 20 വരെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ബാക്കി കുറച്ച് പോർഷൻസ് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവും, മാച്ച് ദ ഫോളോയിങ് ഉണ്ടാവും. പിന്നെ സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിലോട്ട് വരുമ്പോൾ അത് സെക്ഷൻ ബിയിലാണ് ഉണ്ടാവുക. അതിൽ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഡിഫൈൻ ചെയ്യാനൊക്കെ ഉള്ളത്. അത് ഷോർട്ട് ആൻസർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പിന്നെ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 5 മാർക്കിൻ്റെത്, 3 മാർക്കിൻ്റെത്, അങ്ങനെയാണ് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പം അത് നിങ്ങൾക്ക് സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് എന്നാണ് വരിക. ലാസ്റ്റിലുള്ളതാണ് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ്. ലാസ്റ്റ് ഇതിപ്പം 49 ക്വസ്റ്റ്യൻ ആണ് ഉള്ളതെങ്കിൽ അതിൽ നിങ്ങൾക്ക് 48ഉം 49ഉം ആണ് ലോങ് ആൻസർ 5 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വരുന്നത് 3 മാർക്കിനാണ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്. അതൊരു 32 മുതൽ 38 വരെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെങ്കിൽ അതിലാണ് നിങ്ങൾക്ക് 3 മാർക്കിന് ക്വസ്റ്റ്യൻ വരിക. ഇതിലൊക്കെ നിങ്ങൾക്ക് ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന അതിലേതെങ്കിലും ഏറ്റവും കൂടുതൽ അറിയുന്ന ആൻസർ വേണം നിങ്ങൾ എഴുതാൻ കേട്ടോ ആ ഓർ ക്വസ്റ്റ്യനിൽ. അങ്ങനെ 3 മാർക്കും 5 മാർക്കും 2 മാർക്കാണ് നിങ്ങൾക്ക് മാക്സിമം മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക കേട്ടോ. അതൊക്കെ ലോങ് ആൻസറിൻ്റെ മാക്സിമം മാർക്ക് 5 മാർക്കാണ്. അത് നിങ്ങളൊരു 400 മുതൽ 500 വേർഡ്സിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 150 മുതൽ 200 വേർഡ്സിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 80 മുതൽ 120 വേർഡ്സിൽ ചുരുക്കിയിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കിയിട്ട് നിങ്ങൾ എത്ര വേർഡ്സിൽ എഴുതണം എന്നൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് വായിച്ചതിന് ശേഷം എക്സാം അറ്റംപ്റ്റ് ചെയ്ത് തുടങ്ങുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. സെക്ഷൻ എയിൽ വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. Which among these is the attribute of society? Option A, likeness and differentiation. Option B, interdependence. Option C, cooperation and conflict. Option D, all of them. അപ്പം ഇതിൽ നമുക്ക് ആൻസർ വന്നിട്ടുള്ളത്, ഞാൻ ആൻസർ റെഡിങ് കൊണ്ട് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദം ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ എന്താണ് നമ്മുടെ അടുത്ത് ചോദിച്ച ചോദ്യം എന്താണ്? അപ്പം നിങ്ങൾക്കിത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എക്സാം മലയാളത്തിൽ എഴുതുന്ന സ്റ്റുഡൻസിന് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും. ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മലയാളത്തിൽ അറ്റംപ്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും PDF ഒക്കെ അയക്കുന്ന സമയത്ത് ഇംഗ്ലീഷും മലയാളവും റീഡ് ചെയ്യണം നിർബന്ധമായിട്ട് കേട്ടോ. അപ്പം എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? നമ്മുടെ സമൂഹത്തിൻ്റെ ആ ഒരു ഗുണം എന്താണെന്നാണ് ചോദിച്ചത്. ആ ഒരു ആട്രിബ്യൂട്ട് എന്താണ്, സൊസൈറ്റീൻ്റെ ആട്രിബ്യൂട്ട് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പം ലൈക്ക്നെസ് ആൻഡ് ഡിഫറൻറ്റിയേഷൻ, നമ്മുടെ സമാനതയും വ്യത്യാസവും ഉണ്ട്. പിന്നെ ഇൻ്റർ ഡിപ്പെൻഡൻസ് എന്താണ്, പരസ്പര ആശ്രയത്വം. പിന്നെ കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് എന്താണ്, സഹകരണവും സംഘർഷവും. അപ്പോൾ ഇതെല്ലാം എന്താണ്, ഇതിൻ്റെ ആൻസർ ഓൾ ഓഫ് ദം ആണ്. ഇതെല്ലാം നമ്മുടെ ഈ ഒരു സൊസൈറ്റിയുടെ ആ ഒരു ഗുണങ്ങളിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദം ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ എൻഡോജീനിയസ് ഫാക്ടർ ഓഫ് സോഷ്യൽ ചേഞ്ച്? ഓപ്ഷൻ എ, ചേഞ്ചസ് ഇൻ പോപ്പുലേഷൻ. ഓപ്ഷൻ ബി, ചേഞ്ചസ് ഇൻ ദ കൺസംഷൻ പാറ്റേൺ. ഓപ്ഷൻ സി, ചേഞ്ചസ് ഡ്യൂ ടു ഇൻറ്ററാക്ഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ യങ് ആൻഡ് ഓൾഡ്. ഓപ്ഷൻ ഡി, ചേഞ്ചസ് ഇൻ വോട്ടിംഗ് പാറ്റേൺ. ആൻസർ ഓപ്ഷൻ സി, ചേഞ്ചസ് ഡ്യൂ ടു ഇൻറ്ററാക്ഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ യങ് ആൻഡ് ഓൾഡ്. അപ്പോൾ നമ്മുടെ സാമൂഹിക മാറ്റത്തിൻ്റെ അന്തർലീനമായിട്ടുള്ളൊരു ഘടകം ഏതാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ എന്താണ് ആൻസർ? ചേഞ്ചസ് ഡ്യൂ ടു ഇൻറ്ററാക്ഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ യങ് ആൻഡ് ഓൾഡ്. അപ്പോൾ ചെറുപ്പക്കാരും പ്രായമായവരും തമ്മിലുള്ള ഇടപെടലും സംഘർഷവും തമ്മിലുള്ള മാറ്റങ്ങളാണ് ഇതിൽ പറയുന്ന ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ കൈൻഡ് ഓഫ് ഫാക്ടർ which best describe the statement population increases with improved medical facilities and sanitary conditions. Option A, cultural. Option B, demographic. Option C, technological. Option D, economic. Answer option C, technological ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് മോസ്റ്റ്ലി മാച്ച് ടു വില്ലേജ് ലൈഫ്? ഇപ്പോൾ വില്ലേജ് ലൈഫിന് ഏറ്റവും കൂടുതൽ മാച്ച് ആയിട്ടുള്ള ഈ ഒരു തന്നിട്ടുള്ളതിൽ ഏതാണെന്നാണ് നോക്കുന്നത്. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക.
ഓപ്ഷൻ എ ഇൻഡിവിജ്വലിസം, ഓപ്ഷൻ ബി അർബൻ ഓറിയൻറ്റഡ്, ഓപ്ഷൻ സി ഗ്രൂപ്പ് ഫീലിംഗ് ആൻഡ് മ്യൂച്വൽ കോപ്പറേഷൻ, ഓപ്ഷൻ ഡി ടെക്നോ ആറ്റിറ്റ്യൂഡ്. ആൻസർ ഓപ്ഷൻ സി ഗ്രൂപ്പ് ഫീലിംഗ് ആൻഡ് മ്യൂച്വൽ കോപ്പറേഷൻ ആണ് വില്ലേജ് ലൈഫിൻ്റെ ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു ഓപ്ഷൻ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ എലമെൻറ്റ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി? അപ്പോൾ കമ്മ്യൂണിറ്റിയും സൊസൈറ്റിയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നിൽക്കുന്ന എലമെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഓപ്ഷൻ ബി ലൈക്ക്നെസ് ഓഫ് ഇൻട്രസ്റ്റ്, ഓപ്ഷൻ സി ഡെഫിനിറ്റ് ലൊക്കാലിറ്റി, ഓപ്ഷൻ ഡി സെൻറ്റിമെൻറ്റ് ഓഫ് വൺനെസ്. ഓപ്ഷൻ സി ഡെഫിനിറ്റ് ലൊക്കാലിറ്റി ആണ് ആൻസർ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ വന്നത്? ഇതിൽ നമ്മുടെ സമൂഹവും നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റിയും സൊസൈറ്റിയും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ ഘടകമാണ് ചോദിച്ചത്. അപ്പം കമ്മ്യൂണിറ്റിയും സൊസൈറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കൂട്ടം ആളുകൾ, അതുപോലെ താല്പര്യത്തിൻ്റെ സാദൃശ്യം ഉണ്ടാവും, അതുപോലെ നിശ്ചിത പ്രദേശം, ഏകത്വത്തിൻ്റെ വികാരം. അപ്പോൾ ഇതിൽ എന്താണ് ആൻസർ വന്നിട്ടുള്ളത്? ഡെഫിനിറ്റ് ലൊക്കാലിറ്റി, ഒരു നിശ്ചിത പ്രദേശമാണ് ഇതിൽ ഡിഫറൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കൈൻഡ്ഷിപ്പ് ബിഹേവിയർ? കൈൻഡ്ഷിപ്പ് ബിഹേവിയർ അല്ലാത്തതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഫ്രണ്ട്ഷിപ്പ്, ഓപ്ഷൻ ബി ജോക്കിംഗ് റിലേഷൻഷിപ്പ്, ഓപ്ഷൻ സി ടെക്നോണമി, ഓപ്ഷൻ ഡി അവൻകുലേറ്റ്. അപ്പോൾ ഇതിൽ കൈൻഡ്ഷിപ്പ് ബിഹേവിയർ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഫ്രണ്ട്ഷിപ്പ് ആണ്. ബാക്കി 3 എന്താണ്? കൈൻഡ്ഷിപ്പ് ബിഹേവിയേഴ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 7ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദി എക്സാമ്പിൾ ഓഫ് എഡ്യൂക്കേഷണൽ കറപ്ഷൻ? ഓപ്ഷൻ എ ബ്ലാക്ക് മാർക്കറ്റിംഗ്, ഓപ്ഷൻ ബി ലൂട്ടിംഗ് പബ്ലിക് മണി വിത്ത് ദ ട്രേഡർ, ഓപ്ഷൻ സി ബ്രൈബിംഗ് എക്സാമിനേഴ്സ്, ഓപ്ഷൻ ഡി ഫുഡ് അഡൾട്രേഷൻ. അപ്പോൾ ഇതിൽ ഏതാണ് ആൻസർ? നമ്മുടെ വിദ്യാഭ്യാസ അഴിമതിയുടെ ഒരു ഉദാഹരണമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ സി ബ്രൈബിംഗ് എക്സാമിനേഴ്സ്. ബ്രൈബിംഗ് എക്സാമിനേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൈക്കൂലി വാങ്ങുന്ന പരീക്ഷ നടത്തുന്ന ആളുകൾ കൈക്കൂലി നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങുന്ന ആ ഒരു കാറ്റഗറിയാണ് നമ്മളൊരു എഡ്യൂക്കേഷണൽ കറപ്ഷനായിട്ട് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ടേക്കൺ ഇൻ ടു അക്കൗണ്ട് ടു മെഷർ ഹ്യൂമൻ പവർട്ടി? അപ്പോൾ നമ്മുടെ മനുഷ്യൻ്റെ ദാരിദ്ര്യം അളക്കാൻ കണക്കാക്കുന്ന ആ ഒരു ഘടകം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ലോഞ്ചിവിറ്റി, നോളേജ്, ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. അപ്പോൾ ഇതിൽ ആൻസർ ഏതാണ്? ഓൾ ഓഫ് ദി എബവ് ആണ്. അപ്പോൾ ഇത്രയും ഘടകങ്ങൾ, ഈ ലോഞ്ചിവിറ്റിയും അതുപോലെ തന്നെ നോളേജും ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ എന്താണ്? നമ്മൾ ദാരിദ്ര്യം അളക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞാൽ ദീർഘായുസാണ്. ദീർഘായുസും അറിവും പിന്നെ മാന്യമായിട്ടുള്ളൊരു ജീവിത നിലവാരവും ഒക്കെ നമ്മുടെ ദാരിദ്ര്യം അളക്കാനുള്ള ആ ഒരു ഫാക്ടേഴ്സാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദി എസെൻഷ്യൽ കണ്ടീഷൻ ഓഫ് എ കാസ്റ്റ് മസ്റ്റ് adhere to in order to benefit from സാൻസ്ക്രിറ്റൈസേഷൻ? അപ്പോൾ ഈ ഒരു സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, ഈ ഒരു പ്രസ്താവനയിൽ നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ സംസ്കൃതവൽക്കരണത്തിൽ നിന്ന് പ്രയോജനം നേടുന്നതിന് ഒരു ജാതി പാലിക്കേണ്ട ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. അപ്പം ഫസ്റ്റ് ഓപ്ഷൻ എ എന്താണ്? ഇറ്റ് ഷുഡ് ഹാവ് എ ടച്ചബിൾ സ്റ്റാറ്റസ്. ഓപ്ഷൻ ബി ഇറ്റ് ഷുഡ് ഹാവ് ബെറ്റർ ഇക്കണോമിക് കണ്ടീഷൻ. ഓപ്ഷൻ സി ഇറ്റ് ഷുഡ് മേക്ക് എ ക്ലെയിം ടു മെമ്പർഷിപ്പ് ഇൻ ടു ഹൈ കാസ്റ്റ് ബൈ പ്രൊപ്പഗേറ്റിംഗ് സം സ്റ്റോറി ഓർ മിത്ത്. ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ്. ഓൾ ഓഫ് ദി എബവ് ആണ് ആൻസർ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഓപ്ഷൻ എയിൽ എന്താണ് പറയുന്നത്? അതിനെ സ്പർശിക്കുന്ന ഒരു പദവി ഉണ്ടായിരിക്കണം, ആ ഒരു ടച്ചബിൾ ആയിട്ടുള്ളൊരു സ്റ്റാറ്റസ് ഉണ്ടായിരിക്കണം. ഏതിന്? നമ്മുടെ ഈ ഒരു കാസ്റ്റിന്. സംസ്കൃതവൽക്കരണത്തിൻ്റെ നിന്നുള്ളൊരു പ്രയോജനം നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ജാതി പാലിക്കേണ്ടതായിട്ടുള്ള വ്യവസ്ഥകളെയാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇറ്റ് ഷുഡ് ബി ടച്ചബിൾ ആയിരിക്കണം. അതുപോലെ എന്താണ്? ഇറ്റ് ഷുഡ് ഹാവ് ബെറ്റർ ഇക്കണോമിക് കണ്ടീഷൻ, അതിനൊരു മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി ഉണ്ടാകണം. അതുപോലെ എന്താണ്? ഓപ്ഷൻ സി എന്താണ്? ഇറ്റ് ഷുഡ് മേക്ക് ടു ക്ലെയിം മെമ്പർഷിപ്പ് ഇൻ ടു ഹൈ കാസ്റ്റ് ബൈ പ്രൊപ്പഗേറ്റിംഗ് സം സ്റ്റോറി ഓർ മിത്ത്. അപ്പോൾ ഏതെങ്കിലും കഥയോ കെട്ടുകഥയോ പ്രചരിപ്പിച്ച് ഉയർന്ന ജാതിയിൽ നിന്ന് അംഗത്വത്തിന് അവകാശവാദം ഉണ്ടാവണം. അപ്പം അതൊക്കെയാണ്, ഇതെല്ലാം എന്താണ്? ഇതിൻ്റെ ഘടകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓൾ ഓഫ് ദി എബവ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ഡിസ്റ്റിംഗ്വിഷസ് അർബൻ ലൈഫ് ഫ്രം ദി റൂറൽ ലൈഫ്? ഓപ്ഷൻ എ anonymity, option B friendship, option C personal contacts, option D family relationship. അപ്പോൾ ഏതാണ് ഇതിൽ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ഡിസ്റ്റിംഗ്വിഷ് അർബൻ ലൈഫ് ഫ്രം ദി റൂറൽ ലൈഫ്? അപ്പോൾ എന്താണ്? അനോണിമിറ്റി ആണ്. അനോണിമിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അനിശ്ചിതത്വം. അപ്പോൾ ഇതാണ് നമ്മുടെ
അർബൻ ലൈഫും വില്ലേജ് ലൈഫിനെയും വേർതിരിക്കുന്ന ഇതിലൊരു ഫാക്ടർ എന്ന് പറയുന്നത് അനോണിമിറ്റിയാണ്. നമ്മുടെ വില്ലേജ് ലൈഫ് സ്റ്റൈലിൽ എങ്ങനെയൊക്കെയാണ് ഫ്രണ്ട്ഷിപ്പും പേഴ്സണൽ കോൺടാക്ട്സും ഫാമിലി റിലേഷൻഷിപ്പിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. അപ്പം നമ്മുടെ നേരെ മറിച്ച് അർബൻ ലൈഫിൽ എന്താണ് ഒരു അനിശ്ചിതത്വമാണ്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവില്ല, അതുപോലെ അത്ര പേഴ്സണൽ കോൺടാക്റ്റ് ഒന്നും കീപ്പ് ചെയ്യുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ആയിരിക്കില്ല അർബൻ ലൈഫിന്. 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലിറ്ററസി ഈസ് എ കേഴ്സ് ഫോർ മോഡേൺ സൊസൈറ്റി ബിക്കോസ് ഇറ്റ് ലീഡ്സ് ടു ഇഗ്നോറൻസ്. ഓപ്ഷൻ ബി സൂപ്പർസ്റ്റിഷൻ, ഓപ്ഷൻ സി deprivation, option D all of the above. ഫോർ മോഡേൺ സൊസൈറ്റി ആണ്. അപ്പം നിരക്ഷരത നമ്മുടെ ആധുനിക സമൂഹത്തിന് ഒരു ശാപമാവാൻ കാരണം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. എന്തൊക്കെയാണ്? ഇറ്റ് ലീഡ്സ് ടു ഇഗ്നോറൻസ്, സൂപ്പർസ്റ്റിഷൻസ്, ഡിപ്രിവേഷൻസ്, ഇതെല്ലാം എന്താണ് ഇതിൻ്റെ ഘടകങ്ങളാണ്. അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അന്ധവിശ്വാസവും അതുപോലെ എന്താണ് നമ്മുടെ ഇല്ലായ്മയും അതുപോലെ തന്നെ സൂപ്പർസ്റ്റിഷൻസ്, ഈ ഒരു അന്ധവിശ്വാസവും പിന്നെ ഇല്ലായ്മയും അതുപോലെ അജ്ഞതയിലേക്ക് നയിക്കുന്നതും ഒക്കെ എന്താണ് ഈ ഒരു ഇല്ലിറ്ററസിയുടെ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ ആധുനിക സമൂഹത്തിന് ഇതൊരു ശാപമാണെന്ന് പറയാൻ കാരണങ്ങൾ ഇതെല്ലാം അതിൻ്റെ കാരണങ്ങളാണ്. അതുകൊണ്ടാണ് ഓൾ ഓഫ് ദിസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫീച്ചർ ഓഫ് വെസ്റ്റേണൈസേഷൻ? ഇപ്പോൾ വെസ്റ്റേണൈസേഷൻ്റെ ഫീച്ചർ അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ റാഷണൽ ഔട്ട്ലുക്ക്, ഓപ്ഷൻ ബി അവോയ്ഡിങ് യൂസ് ഓഫ് മോഡേൺ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആൻഡ് മാസ് മീഡിയ, ഓപ്ഷൻ സി ഇൻട്രസ്റ്റ് ഇൻ മെറ്റീരിയൽ പ്രോഗ്രസ്, ഓപ്ഷൻ ഡി ഹൈ സോഷ്യൽ മൊബിലിറ്റി. അപ്പം എന്താണ് ചോദിച്ചിട്ടുള്ളത്? നമ്മുടെ പാശ്ചാത്യവൽക്കരണത്തിൻ്റെ സവിശേഷത അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ, അവോയ്ഡിങ് യൂസ് ഓഫ് മോഡേൺ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് ആൻഡ് മാസ് മീഡിയ. അപ്പോൾ ആധുനിക ആശയവിനിമയ പ്രക്രിയയുടെയും മാധ്യമങ്ങളുടെയും ഉപയോഗം ഒഴിവാക്കുക, അതാണ് നമ്മുടെ പാശ്ചാത്യവൽക്കരണത്തിൻ്റെ സവിശേഷത അല്ലാത്ത ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഷെഡ്യൂൾഡ് ട്രൈബ്സ് ലിവ് ഇൻ ഓപ്ഷൻ എ ഹില്ലി ആൻഡ് ഫോറസ്റ്റഡ് ഏരിയാസ്, ഓപ്ഷൻ ബി അർബൻ ഏരിയാസ്, ഓപ്ഷൻ സി റൂറൽ ഏരിയാസ്, ഓപ്ഷൻ ഡി വില്ലേജസ്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഹില്ലി ആൻഡ് ഫോറസ്റ്റഡ് ഏരിയാസിലാണ്. ഇനി 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വർ ദ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ട്രൈബൽസ്? ഓപ്ഷൻ എ ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ്, ഓപ്ഷൻ ബി അഗ്രികൾച്ചർ, ഓപ്ഷൻ സി ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി, ഓപ്ഷൻ ഡി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. അപ്പം ഓപ്ഷൻ എ ഹണ്ടിങ് ആൻഡ് ഗാദറിംഗ് ആണ് ഇതിൽ ട്രൈബ്സിൻ്റെ ഇക്കണോമിക് ആക്ടിവിറ്റീസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഐഡൻറ്റിഫൈ ദ സ്യൂട്ടബിൾ മീൻസ് ബൈ വിച്ച് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ഹാസ് എംപവർഡ് ദ സോ കോൾഡ് ലോവർ കാസ്റ്റ്. ഓപ്ഷൻ എ through empowerment through reservation in educational institutions, option B through empowerment by managing local self-governance at village level as a result of reservation in Panchayati Raj, option C through business opportunities, option D through reservation employment. അപ്പോൾ എന്താണ് ആൻസർ? എന്താണ്? ഓപ്ഷൻ ബി ആണ്, ത്രൂ എംപവർമെൻറ്റ് ബൈ മാനേജിങ് ലോക്കൽ സെൽഫ് ഗവേണൻസ് അറ്റ് വില്ലേജ് ലെവൽ ആസ് എ റിസൾട്ട് ഓഫ് റിസർവേഷൻ ഇൻ പഞ്ചായത്തി രാജ്. അപ്പോൾ നമ്മുടെ ജനാധിപത്യ വികേന്ദ്രീകരണം നമ്മുടെ താഴ്ന്ന ജാതികൾ എന്ന് വിളിക്കപ്പെടുന്നവരെ ശാക്തീകരിക്കുന്നതിന് അനുയോജ്യമായ മാർഗ്ഗമാണ് നമ്മുടെ ഇത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ എന്താണ് ആൻസർ വന്നത്? ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തി രാജിലെ സംവരണത്തിൻ്റെ ഫലമായിട്ട് ഗ്രാമതലത്തിലും അതുപോലെ തദ്ദേശ സ്വയംഭരണം ഒക്കെ കൈകാര്യം ചെയ്യുന്നതിലൂടെ ഈ ഒരു ശാക്തീകരണം നടക്കുന്നു. ഓക്കെ, 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡിസ്റ്റിങ്വിഷസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രം അസോസിയേഷൻ? Option A, institution represents the rules or procedures and association refers to the human component. Option B, association represents rules or procedures and institution refers to human component. Option C, both A and B are true. Option D, institution is made for specific purpose but association does not have purpose. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ റെപ്രസെൻറ്റ്സ് ദ റൂൾസ് ഓർ പ്രൊസീജിയേഴ്സ് ആൻഡ് അസോസിയേഷൻ റെഫേഴ്സ് ടു ദ ഹ്യൂമൻ കോമ്പണൻറ്റ്. അപ്പോൾ നമ്മുടെ അസോസിയേഷനിൽ നിന്ന് നമ്മുടെ സ്ഥാപനം എങ്ങനെയാണ് വേർതിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എങ്ങനെയാണ്? സ്ഥാപനം എന്താണ്? നിയമങ്ങളുടെ അല്ലെങ്കിൽ നടപടിക്രമങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അസോസിയേഷൻ എന്നത് എന്താണ്? ഒരു മനുഷ്യ ഘടന അല്ലെങ്കിൽ മനുഷ്യൻ്റെ സംഘടനയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. An example of kinship terms used for daughter's husband, elementary, derivative, descriptive, none of this. അപ്പോൾ എന്താണ് ആൻസർ? ഡിസ്ക്രിപ്റ്റീവ് ആണ്. അപ്പോൾ an example of kinship term used of
used for daughter's husband is descriptive. Next question, ഇതിൻ്റെ സബ്പാർട്ട് നോക്കുക. Patrilineal, matrilineal, unilateral, bilateral dash these and gives equal importance to kinds of both fathers and mother's side. അപ്പം ഫാദറിൻ്റെയും മദറിൻ്റെയും സൈഡിന് ഒരേ രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ബന്ധത്തിന് പറയുന്ന ടേം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? ബൈലാറ്ററൽ ആണ് ഇമ്പോർട്ടൻസ്. ആ രണ്ട് ബന്ധത്തിന് ഫാദർ സൈഡിലും മദർ സൈഡിലും വരുന്ന ബന്ധത്തിന് ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ ഒരു ടേം എന്ന് പറയുന്നത് ബൈലാറ്ററൽ ആണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ട്രൈബൽ സൊസൈറ്റീസ് ആർ നോൺ ആസ് കോംപ്ലെക്സ്, സിമ്പിൾ, ഇൻഡസ്ട്രിയൽ, റൂറൽ സൊസൈറ്റീസ്. അപ്പോൾ എന്താണ്? ഡാഷ് ആണ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. ട്രൈബൽ സൊസൈറ്റീസ് ആർ നോൺ ആസ് ഡാഷ് സൊസൈറ്റീസ്, സിമ്പിൾ സൊസൈറ്റീസ്. 19ാമത്തെ ചോദ്യം. ടുഡേ മോസ്റ്റ്ലി ട്രൈബൽ പ്രോബ്ലംസ് ആർ കോൺസിക്വൻസസ് ഓഫ് ഡാഷ് പൊളിറ്റിക്കൽ, സോഷ്യൽ, ഇക്കണോമിക്, കൾച്ചറൽ, കോണ്ടാക്ട് വിത്ത് ഔട്ട്സൈഡേഴ്സ്. അപ്പോൾ ടുഡേ മോസ്റ്റ്ലി ട്രൈബൽ പ്രോബ്ലംസ് ആർ കോൺസിക്വൻസസ് ഓഫ് കൾച്ചറൽ ആണ് കേട്ടോ. അപ്പോൾ കൾച്ചറൽ ആയിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളാണ് ആദിവാസികൾ ബുദ്ധിമുട്ടുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. കൾച്ചറൽ പ്രോബ്ലംസ് ആണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻസ്റ്റിറ്റ്യൂഷൻ കൺസിഡേർഡ് ആസ് നഴ്സറി ഓഫ് ഹ്യൂമൻ നേച്ചർ ഡാഷ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷൻ കൺസിഡേർഡ് ആസ് നഴ്സറി ഓഫ് ഹ്യൂമൻ നേച്ചർ ഡാഷ് ഫാമിലി. ഇപ്പോൾ ഫാമിലി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അല്ലേ. നെക്സ്റ്റ് ബി പാർട്ട് എന്താണ്? അതിൽ സെക്കൻഡ് പാർട്ടായിട്ട് വന്നിട്ടുള്ളത് a special relationship obtaining among some peoples between niece and her paternal aunt is called immediate kinship. അപ്പോൾ immediate kinship എന്താണ്? a special relationship obtaining among some peoples between niece and her paternal aunt. അപ്പോൾ അച്ഛൻ്റെ പെങ്ങൾ വരുന്ന ആ ഒരു ബന്ധത്തിനെ നമ്മൾ പറയുന്നതാണ് immediate kinship. അവിടെ ആർക്കായിരിക്കും? പിതൃ സഹോദരിക്കാണ് അമ്മയേക്കാൾ സ്ഥാനം immediate kinshipൽ. നെക്സ്റ്റ് എന്താണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്? അതിൻ്റെ പാർട്ട് 3. Kinship behavior in which two kindsmen do not address each other directly is called technonymy. അപ്പോൾ ഒരേപോലെ സംബോധന ചെയ്യാതെ പരസ്പരം പേര് പറയാതെ വിളിക്കുന്ന അത്തരത്തിലുള്ള ഒരു ബന്ധത്തിനാണ് നമ്മൾ ടെക്നോണമി എന്ന് പറയാം. ഇനി നമുക്ക് സെക്ഷൻ ബി നോക്കാം. സെക്ഷൻ ബി എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്ക്രൈബ് ദ യൂസ്ഫുൾനെസ് ഓഫ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ഇൻ സോഷ്യോളജിക്കൽ റിസർച്ച്. ഇപ്പോൾ സോഷ്യോളജിയിൽ വരുന്ന റിസർച്ചിന് നമ്മുടെ ഹിസ്റ്റോറിക്കൽ മെത്തേഡ്സ് എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നതെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചരിത്രപരമായ രീതിയുടെ പ്രയോജനം എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ രീതി സ്രോതസ്സുകളുടെ മൂല്യനിർണ്ണയത്തിൽ ഏർപ്പെടുന്നു. ഭൂതകാലത്തെക്കുറിച്ചുള്ള വിവരങ്ങളും പഠിക്കുന്ന കാലയളവിനെക്കുറിച്ചുള്ള വിശദമായ ഡാറ്റയ്ക്കായി ആധികാരിക ഉറവിടങ്ങളുടെ വിശകലനവും നടപ്പാക്കുന്നുണ്ട്. അതുപോലെ സാമൂഹിക സ്ഥാപനങ്ങളുടെ ഉദ്ഭവം, വികസനം, പരിവർത്തനം എന്നിവയെക്കുറിച്ചുള്ള പഠനം ഇതിൽ ഉൾപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ചരിത്രപരമായ രീതിയുടെ പ്രയോജനം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും പ്രിപ്പയർഡ് ആവുക കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ വേണ്ടിയിട്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എക്സോഗമി ആൻഡ് എൻഡോഗമി. എക്സോഗമിയും എൻഡോഗമിയും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിട്ടുള്ളത്. എക്സോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി താൻ അംഗമായിട്ടുള്ള ഒരു പ്രത്യേക ഗ്രൂപ്പിന് പുറത്ത് നിന്ന് വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു ആചാരമാണ് എക്സോഗമി. അപ്പോൾ എക്സോഗമി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു ഇൻഡിവിജ്വൽ അടങ്ങിയിട്ടുള്ള ഗ്രൂപ്പിൽ നിന്നല്ലാതെ ആ ഒരു കമ്മ്യൂണിറ്റിക്ക് പുറത്തു നിന്നോ അല്ലെങ്കിൽ ആ ഒരു റിലീജിയന് പുറത്തു നിന്നോ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെടുന്ന ഒരു ആചാരമാണ് എക്സോഗമി. എൻഡോഗമി എന്താണ്? സ്വന്തം സാമൂഹിക ഗ്രൂപ്പിനുള്ളിലെ വിവാഹമാണ് എൻഡോഗമി എന്ന് പറയുന്നത്. അപ്പോൾ സാമൂഹിക ഗ്രൂപ്പ് ഒരു പക്ഷേ സ്വന്തം ഗോത്രമോ ജാതിയോ മതമോ ആകാം. അപ്പോൾ സെയിം റിലീജിയനോ കമ്മ്യൂണിറ്റിയിൽ നിന്നോ കല്യാണം കഴിക്കാൻ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പറയുന്നൊരു ആചാരമാണ് എൻഡോഗമി. നേരെ ഓപ്പോസിറ്റാണ് എക്സോഗമി. എക്സോഗമി പുറത്തു നിന്ന്, എൻഡോഗമി സ്വന്തം കമ്മ്യൂണിറ്റിയിൽ നിന്ന്. അത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? നെയിം എനി 5 സോഷ്യോ ഇക്കണോമിക് പ്രോബ്ലംസ് റിലേറ്റഡ് ടു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. അപ്പോൾ ജനസംഖ്യാ വിസ്ഫോടനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും 5 സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പേര് നൽകുക എന്നാണ് പറഞ്ഞത്. പാർപ്പിടത്തിൻ്റെ അഭാവം, ഭൂരഹിതർ, ദാരിദ്ര്യം, നിരക്ഷരത, പോഷകാഹാരക്കുറവ്, അനാരോഗ്യം, കുറഞ്ഞ ജീവിത നിലവാരം, തൊഴിലില്ലായ്മ, പോഷണത്തിൻ്റെ കുറവ്, അപര്യാപ്തമായ അടിസ്ഥാന സൗകര്യങ്ങൾ, വർദ്ധിച്ചു വരുന്ന കുടിയേറ്റം. അപ്പോൾ ഇത്രയും ഘടകങ്ങളാണ് നമ്മുടെ ജനസംഖ്യാ വിസ്ഫോടനത്തിന് ബന്ധപ്പെട്ട് വരുന്ന നമ്മുടെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ. എന്തൊക്കെയാണ്?
പാർപ്പിടത്തിൻ്റെ അഭാവം. അപ്പം എന്താ ജനസംഖ്യ വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് കുറേ ഒത്തിരി പ്രശ്നങ്ങൾ വരും. പാർപ്പിടത്തിൻ്റെ അഭാവം ഉണ്ടാവും, ഭൂരഹിതർ, സ്വന്തമായിട്ടൊരു ഭൂമി ഇല്ലാത്തവരുണ്ടാവും, പിന്നെ ദാരിദ്ര്യത്തിൻ്റെ നിരക്ക് കൂടും, പിന്നെ നിരക്ഷരതയും അതുപോലെ പോഷകാഹാരക്കുറവും അനാരോഗ്യവും എല്ലാം നമുക്ക് വന്നുപെടും. അതുപോലെ കുറഞ്ഞ ജീവിത നിലവാരമാവും, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ കുറയും, അത്രയും ആളുകൾ ഉണ്ടാവും. പിന്നെ എന്താണ്, തൊഴിലില്ലായ്മ രൂക്ഷമാവും, പോഷണത്തിൻ്റെ കുറവ് വരും, അപര്യാപ്തമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പോലും, അപ്പോൾ നമ്മുടെ ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങൾക്ക് പോലും നമുക്ക് ഒന്നും കിട്ടാതെ ലഭ്യമാവാതെ വരും. പിന്നെ വർദ്ധിച്ചു വരുന്ന കുടിയേറ്റം, ഈ ഒരു മൈഗ്രേഷനും ഒക്കെ എന്താണ്, ഈ ഒരു നമ്മളെ സാമൂഹിക പ്രശ്നങ്ങൾക്ക് തടസ്സമാക്കുന്ന കാര്യങ്ങളാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ സോഷ്യൽ ഗ്രൂപ്പ് ഇസ് എ ഡൈനാമിക് എൻറ്റിറ്റി ഇലോബറേറ്റ്. ഈ സോഷ്യൽ ഗ്രൂപ്പ് ഇസ് എ ഡൈനാമിക് എൻറ്റിറ്റി. അപ്പോൾ ഒരു സാമൂഹിക ഗ്രൂപ്പ് ഒരു ചലനാത്മക സ്ഥാപനമാണെന്ന് വിശദീകരിക്കാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്താണെന്ന് നോക്കാം. ഗ്രൂപ്പുകൾ ഒരു സമൂഹത്തിൻ്റെ എല്ലാ സവിശേഷതകളുമുള്ള യൂണിറ്റുകളാണ്. എല്ലാ മനുഷ്യരും ഒന്നോ അതിലധികമോ അംഗങ്ങളാണ്. ഒരു ഗ്രൂപ്പിൽ കുടുംബം, സമപ്രായക്കാർ എന്നിങ്ങനെ എല്ലാവരും ഉണ്ടാവും. പിന്നെന്താണ്, വ്യക്തികളുടെ ഒരു സംഘടിത സംഗ്രഹമാണ് ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പിനും തത്സമയ വികാരമുണ്ട്. സാമൂഹ്യ ശാസ്ത്രജ്ഞർ പലതരത്തിലുള്ള ഗ്രൂപ്പുകളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ ഗ്രൂപ്പുകൾ, നമ്മുടെ സാമൂഹിക ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡൈനാമിക് ആയിട്ടുള്ള അങ്ങനെ ചേഞ്ച് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. അതിലെന്താണ്, ഒരു വ്യക്തികളുടെ ഒരു സംഘടിത രൂപമാണ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓരോ ഗ്രൂപ്പിന് എന്താണ്, ഒരു പൊതു ലക്ഷ്യമോ തത്സമയ വികാരം എന്ന് പറയുന്നത് ഒരു കോമൺ ഒബ്ജക്റ്റീവോ അല്ലെങ്കിൽ കോമൺ ഗോളോ ഉണ്ടാവും. പിന്നെന്താണ്, നമ്മുടെ സോഷ്യോളജിസ്റ്റുകൾ എന്താണ് പല ഗ്രൂപ്പുകളെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ മനുഷ്യരും എന്താണ്, ഒന്നോ അതിലധികമോ ആയിട്ടുള്ള ഓരോ ഗ്രൂപ്പിലെ അംഗങ്ങളായിരിക്കും. നമ്മുടെ കുടുംബത്തിലായിട്ടുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടാവും, നമ്മുടെ ഫ്രണ്ട്സ് സർക്കിൾ, ഫ്രണ്ട്സ് ഗ്രൂപ്പ്, അങ്ങനെ എല്ലാത്തിലും നമ്മൾ അംഗങ്ങളായിരിക്കും കേട്ടോ. അപ്പോൾ അത് സമൂഹത്തിൻ്റെ എല്ലാ സവിശേഷതകളും അടങ്ങിയിട്ടുള്ളൊരു യൂണിറ്റുകളാണെന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കസ് കേസ് സ്റ്റഡി ആസ് എ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ. വിവരശേഖരണത്തിന് ഒരു രീതിയായിട്ടുള്ള കേസ് സ്റ്റഡി ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വ്യക്തിഗത കേസിൻ്റെ വിശകലനത്തിലൂടെ സാമൂഹിക പ്രതിഭാസത്തെ പഠിക്കുന്നതിനുള്ള ഒരു രീതിയാണ് കേസ് പഠനം അഥവാ കേസ് സ്റ്റഡി. കേസുമായി ബന്ധപ്പെട്ട എല്ലാ ഡാറ്റയും ശേഖരിക്കുകയും കേസിൻ്റെ അടിസ്ഥാനത്തിൽ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് കേസ് സ്റ്റഡി. പിന്നെ ഒരു കേസുമായി വിവിധ വസ്തുതകൾ പരസ്പരം ബന്ധിപ്പിച്ച് പഠിക്കുന്ന ഒരു ഏകീകൃത പ്രതീക ഡാറ്റയാണ് ഈ ഒരു കേസ് സ്റ്റഡി നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കേസ് സ്റ്റഡി നടത്തുന്ന ഒരാൾ എന്താണ്, അദ്ദേഹം അതിലൊരു ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ വസ്തുക്കളും പരസ്പരം കണക്ട് ചെയ്തിട്ടൊക്കെ പഠിക്കുന്ന ഒരു ഏകീകൃതമായിട്ടുള്ളൊരു ഡാറ്റയാണ് ഈ ഒരു കേസ് സ്റ്റഡി നൽകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മേക്ക് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ദ കൺസെപ്റ്റ് ഓഫ് കാസ്റ്റ് ആൻഡ് ക്ലാസ്. ജാതി, വർഗം എന്നീ ആശയങ്ങൾ തമ്മിൽ വേർതിരിക്കാനാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പം ഒരു വർഗം സാമ്പത്തിക മാനദണ്ഡങ്ങളിലാണ് നിർവചിച്ചിരിക്കുന്നത്. വർഗത്തിൽ നിന്ന് വ്യത്യസ്തമായി ജാതി മതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഒരു വർഗം നേടിയെടുക്കുന്ന ഒന്നാണ്, ജന്മനാൽ ലഭിക്കുന്ന ഒന്നാണ് ജാതി. അപ്പോൾ ഈ ഒരു ജാതി വർഗം നിങ്ങൾ ക്ലാസിഫൈ ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ ടേബിളായിട്ട് എഴുതുക, അല്ലെങ്കിൽ ഇതുപോലെ പോയിന്റ് വൈസ് ആയിട്ട് എഴുതുക. അപ്പോൾ ജാതി എന്ന് പറഞ്ഞാൽ നമുക്ക് ജന്മനാൽ ലഭിക്കുന്ന ഒരു പദവിനെയാണ് നമ്മൾ ജാതി അഥവാ കാസ്റ്റ് എന്ന് പറയാം. പക്ഷേ ക്ലാസ് അഥവാ വർഗം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമ്മൾ നേടിയെടുക്കുന്ന ഒരു പദവിയാണ് വർഗം അഥവാ ക്ലാസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു വർഗത്തിൽ നിന്ന് വ്യത്യസ്തമായ ജാതി മതത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗത്തിൽ നിന്ന് വ്യത്യസ്തമായി എന്താണ്, ജാതി എന്ന് പറഞ്ഞാൽ നമ്മുടെ റിലീജിയൻ അല്ലെങ്കിൽ മതത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. വർഗം എന്ന് പറഞ്ഞാൽ മതത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സാമ്പത്തിക സ്ഥിതിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒന്നാണ് വർഗം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതാണ് ഒരു വർഗം സാമ്പത്തിക മാനദണ്ഡങ്ങളിലാണ് നിർവചിച്ചിരിക്കുന്നത്. പക്ഷേ ജാതി എന്ന് പറഞ്ഞാൽ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അപ്പോൾ അത്രയും ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What arguments would you choose to clarify that socialization plays an important role in personality development of an individual? ഒരു വ്യക്തിയുടെ വ്യക്തിത്വ വികസനത്തിൽ സാമൂഹികവൽക്കരണത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് ചോദ്യം. നോക്കാം. മാതാപിതാക്കളുമായും സഹോദരങ്ങളുമായും ഇടപഴകുന്നതിലൂടെ സ്നേഹം, വികാരങ്ങൾ, മൂല്യങ്ങൾ എന്നിവ ആന്തരികവൽക്കരിക്കാൻ സാമൂഹ്യവൽക്കരണ പ്രക്രിയയെ കുട്ടിയെ സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് സോഷ്യലൈസേഷൻ, നമ്മളിങ്ങനെ
സാമൂഹ്യവൽക്കരിക്കപ്പെടുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ വീടുകളിൽ നിന്നാണ് ഏതൊരു കുട്ടിയും പഠിച്ച് വളരുന്നത്. അപ്പോൾ ആ ഒരു നമ്മൾ വീടുകളിൽ നിന്ന് വളരുന്ന സാഹചര്യത്തിൽ നമ്മുടെ മാതാപിതാക്കളുമായിട്ടും നമ്മുടെ സഹോദരങ്ങളുമായിട്ടും ഒക്കെയുള്ള ഇൻറ്ററാക്ഷനിലൂടെ നമ്മുടെ എല്ലാ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്, നമ്മുടെ സ്നേഹം എന്ന് പറയുന്ന ഫീലിങ്സ്, അതുപോലെ നമ്മുടെ മറ്റ് വികാരങ്ങൾ, നമ്മുടെ മൂല്യങ്ങൾ, ഇതിനെയൊക്കെ എന്താണ് നമുക്ക് എന്താണ് നമ്മുടെ ഉള്ളിലോട്ട് ആന്തരികമായിട്ട് വൽക്കരിക്കാനൊക്കെ നമ്മൾ ഈ ഒരു സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിലൂടെ കുട്ടിയെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിക്കായിട്ട് അവർക്ക് എവിടെ നിന്നാണ് ഇതിനുള്ളൊരു ഗ്രോത്ത് കിട്ടുന്നത്? വീടുകളിൽ നിന്നാണ് ഈ ഒരു ഡെവലപ്മെൻറ്റിലോട്ട് വരുന്നത് അവർ. പിന്നെ എന്താണ്, ഈ പ്രക്രിയയിൽ കുട്ടി വ്യത്യസ്ത വേഷങ്ങൾ ചെയ്യാനും അനുബന്ധ പദവിയും അവകാശങ്ങളും കടമകളും ഏറ്റെടുക്കാനും ഒക്കെ പഠിക്കുന്നുണ്ട്. പിന്നെ സ്കൂളിലെ പിയർ ഗ്രൂപ്പുമായും അധ്യാപകരുമായും ഇടപഴകുമ്പോൾ റോളുകളുടെ എണ്ണവും സ്വഭാവവും വർദ്ധിപ്പിക്കുകയും പിന്നീട് സമൂഹത്തോടും സാവധാനം തിരിച്ചറിയുകയും ചെയ്യുന്നു. സാമൂഹികവൽക്കരണത്തിൻ്റെ ഘടകങ്ങൾ അംഗീകൃത മാനദണ്ഡങ്ങൾക്കും മൂല്യങ്ങൾക്കും അനുസൃതമായിട്ട് കുട്ടിയെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നു. അതുപോലെ ഈ ഒരു നമ്മുടെ സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഒരു ഘടകങ്ങൾ അംഗീകൃത മാനദണ്ഡങ്ങൾക്കും മൂല്യങ്ങൾക്കും അനുസൃതമായിട്ട് കുട്ടിയുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നു. അപ്പോൾ ആ ഒരു കുട്ടിയുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു സോഷ്യലൈസേഷനിലൂടെയാണ്. അപ്പോൾ എന്താണ് നല്ലത്, എന്താണ് ചീത്തതെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ആ കുട്ടിക്ക് ആ ഒരു സോഷ്യലൈസേഷനിലൂടെ കഴിയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ റിലീജിയൻ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് റോൾ ആസ് എ മീൻസ് ഓഫ് സോഷ്യൽ കൺട്രോൾ. എമിൽ ഡർക്കെയിം മതത്തെ ഒരു ഏകീകൃത സംവിധാനമായി നിർവചിച്ചിരിക്കുന്നു. വിശുദ്ധ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളും ആചാരങ്ങളും അടങ്ങിയതാണ് മതം എന്നാണ് എമിൽ ഡർക്കെയിം പറയുന്നത്. അപ്പോൾ റിലീജിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മതമാണ്. അപ്പോൾ മതത്തെ ഒരു ഏകീകൃത സംവിധാനമായിട്ടാണ് നിർവചിച്ചിരിക്കുന്നത്. വിശുദ്ധ കാര്യങ്ങളും അതുപോലെ അത് ബന്ധപ്പെട്ട വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ഉള്ളതാണ് മതം എന്ന് പറയുന്നത്. പാപത്തിൻ്റെയും പുണ്യത്തിൻ്റെയും ആശയങ്ങൾ, വിവാഹങ്ങൾ നിശ്ചയിക്കുന്ന മതപരമായ കൺവെൻഷനുകളും സമ്പ്രദായങ്ങളും, പിന്നെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം, സ്വത്ത് ബന്ധം, പിന്തുടർച്ചകളുടെയും അനന്തരാവകാശത്തിൻ്റെയും നിയമങ്ങൾ മുതലായവ, മതനേതാക്കളുടെ വ്യക്തികളുടെ പെരുമാറ്റം നിയന്ത്രിക്കൽ, പ്രാർത്ഥനകൾ, മതപരമായ ആഘോഷങ്ങൾ തുടങ്ങിയ കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങൾ, ഇതെല്ലാം എന്താണ്? നമ്മുടെ ഒരു മതത്തിൻ്റെ ബേസിൽ വരുന്ന നമ്മുടെ സോഷ്യൽ കൺട്രോൾ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹ്യ നിയന്ത്രണത്തിൽ വരുന്ന മതത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു തിങ്ക് ദാറ്റ് ട്രൈബൽ പീപ്പിൾ സ്റ്റിൽ ഫേസ് പ്രോബ്ലംസ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ ഈവൻ ആഫ്റ്റർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ന്യൂമറസ് മെഷേഴ്സ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ? ജസ്റ്റിഫൈ യുവർ ആൻസർ. അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട ആദിവാസികൾ ഇപ്പോഴും നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾക്ക് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ്? ജലസേചനത്തിന് ഉറപ്പുള്ള മാർഗങ്ങളൊന്നുമില്ല, കൃഷി അവർക്ക് വർഷം മുഴുവൻ തൊഴിൽ നൽകുന്നില്ല, വർഷം മുഴുവനും മതിയായ ഭക്ഷണം നൽകുന്നില്ല, കാർഷിക വിളകൾ ചിലപ്പോൾ വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നു. ഇതൊക്കെ കൃഷിയുമായി ബന്ധപ്പെട്ട ആദിവാസികൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the institution of marriage has undergone changes in many ways. Explain the statement with examples from contemporary society. വിവാഹത്തിൻ്റെ സ്ഥാപനം പല തരത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. സമകാലിക സമൂഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉദാഹരണ സഹിതം വിശദമാക്കാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ആ ഒരു വിവാഹത്തിൻ്റെ ആ ഒരു മാരേജ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്ന ചേഞ്ചസ് എന്ന് നോക്കാം. ബഹുഭാര്യത്വം മുതൽ ഏകഭാര്യത്വം വരെ. അപ്പോൾ എന്താണ്, പണ്ട് എന്തായിരുന്നു? ബഹുഭാര്യത്വമായിരുന്നു, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമായിരുന്നു. അത് നമ്മൾ എന്താണ് ഏകഭാര്യത്വത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ എന്താണ്, അന്തർജാതി വിവാഹങ്ങളുടെ സ്വീകാര്യത. അപ്പോൾ മറ്റുള്ള റിലീജിയൻസിൽ നിന്ന് വിവാഹം കഴിക്കാനുള്ളൊരു അനുമതി ലഭിച്ചു. പിന്നെ എന്താണ്, മാറ്റത്തിന് വിധേയമാകുന്ന ഇണയെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ ഒക്കെ ആണ് നമുക്ക് ഈ ഒരു വിവാഹം എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിലൂടെ വന്ന മാറ്റങ്ങൾ. Next question, who are scheduled caste? Name any 5 problems related to their poverty. നോക്കാം ആരാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന്. അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫേസ് ചെയ്യുന്ന 5 പ്രോബ്ലത്തിനെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എനിക്ക് എക്സാമിന് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. നോക്കാം. പരമ്പരാഗത ജാതി വ്യവസ്ഥയിൽ പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ജാതികളാണ് പട്ടികജാതി വിഭാഗക്കാർ. പട്ടികജാതി അഥവാ SC, പട്ടികവർഗ ST എന്നിവ ഇന്ത്യയിലെ ചരിത്രപരമായി പിന്നോക്കം നിൽക്കുന്നവരുടെ ഔദ്യോഗികമായി നിയുക്ത ഗ്രൂപ്പുകളാണിത്. ഈ നിബന്ധനകൾ ഇന്ത്യൻ ഭരണഘടനയിൽ അംഗീകരിച്ചിരിക്കുന്നു. കൂടാതെ ഗ്രൂപ്പുകളെ ഒന്നോ അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിലോ ഉൾപ്പെടുത്തിയിരിക്കുന്നു.
ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഭൂരിഭാഗം കാലവും അവരെ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത്. തൊട്ടുകൂടായ്മയിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഓക്കെ, ഇനി ഇവർ ഫേസ് ചെയ്യുന്ന ഷെഡ്യൂൾ കാസ്റ്റ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് പറയുന്നത്. തൊട്ടുകൂടായ്മയിൽ നിന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പൊതുകിണറുകളുടെയും ടാങ്കുകളുടെയും ഉപയോഗം നിരോധിക്കുക, ക്ഷേത്രപ്രവേശന നിരോധനം, മറ്റു തൊഴിലുകളുടെ സേവനങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ, താഴ്ന്ന ജാതികൾ പാചകം ചെയ്ത ഭക്ഷണം സ്വീകരിക്കാതിരിക്കുക തുടങ്ങിയവയൊക്കെയാണ് ഈ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് കേട്ടോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്കസ് ഹൗ ദ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഹാസ് ക്രിയേറ്റഡ് ന്യൂമറസ് സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ്. എന്തൊക്കെയാണ്? പവർട്ടി, ലാക്ക് ഓഫ് ഷെൽട്ടർ, ലാൻഡ്ലെസ്നെസ്, ഇല്ലിറ്ററസി, അൺഎംപ്ലോയ്മെൻറ്റ്, അണ്ടർ നറിഷ്മെൻറ്റ്, ഇതൊക്കെയാണ് നമ്മുടെ സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ്. അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കമ്പയർ ക്ലാസ് ആൻഡ് കാസ്റ്റ് ആസ് എ 2 ഫോംസ് ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ. അപ്പം നോക്കാം. സാമൂഹിക ശ്രേണിവൽക്കരണത്തോടെ നമ്മൾ എങ്ങനെയാണ് അത് കമ്പയർ ചെയ്യുന്നത്, കാസ്റ്റും ക്ലാസ്സും എന്നാണ്. അപ്പോൾ നമ്മളത് എന്താണ് നമുക്കറിയാം. ഈ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സമൂഹത്തിലുള്ള ആളുകളെ സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിലും അവരുടെ ഒരു സ്റ്റാറ്റസിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിക്കുന്നതിനെയാണ് നമ്മൾ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ അതെന്തിൻ്റെ ബേസിലാണെന്ന് നോക്കാം. വർഗത്തെ സാമ്പത്തികമായി നിർവചിച്ചിരിക്കുന്നു. ജാതി ഒരു പാരമ്പര്യ യൂണിറ്റായി മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ കാസ്റ്റും ക്ലാസ്സിനെയുമാണ് ഈ ഒരു സ്ട്രാറ്റിഫിക്കേഷൻ്റെ ബേസിൽ പറയാനുള്ളത്. അപ്പം വർഗത്തെ, ക്ലാസ്സിനെ എന്താണ്? സാമ്പത്തികത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർവചിച്ചിരിക്കുന്നത്. കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ജാതി ഒരു പാരമ്പര്യ യൂണിറ്റ് ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. ഒരു വ്യക്തിക്ക് അവൻ്റെ വർഗസ്ഥാനം മാറാൻ കഴിയും. അതേസമയം ഒരു ജാതിയിൽ ഒരു വ്യക്തിയുടെ സ്ഥാനം നിശ്ചയിച്ചിരിക്കുന്നു. അത് ജന്മനാ കിട്ടുന്നത് കൊണ്ട് തന്നെ അയാൾക്കൊരു മോചനം ഉണ്ടാവില്ല. നെക്സ്റ്റ്, ജാതി എന്നത് ഒരു അടഞ്ഞ വ്യവസ്ഥയാണ്. എന്നാൽ വർഗം എന്നത് എന്താണ്? തുറന്ന ജാതി വ്യവസ്ഥയാണ്. ജാതികൾക്ക് അതിൻ്റെ നിയമസാധുത ലഭിക്കുന്നത് മതത്തിൽ നിന്നാണ്. വർഗത്തിൽ അങ്ങനെയൊന്നുമില്ല. ജാതി ശുദ്ധി, മലിനീകരണം എന്നീ സങ്കല്പങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഡിസ്ക്രൈബ് വൈ ഇൻഡക്ട്നെസ് പെർസിസ്റ്റ് എമംഗ് ഒബിസിസ്. ഒബിസികൾക്കിടയിൽ കടബാധ്യത നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വിവരിക്കാനാണ് ചോദ്യം വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? ഒബിസികളിൽ ഭൂരിഭാഗം ദരിദ്രരാണ്. മക്കളുടെ വിവാഹം, മരണച്ചടങ്ങ്, സമൂഹ വിരുന്ന് പോലുള്ള അവരുടെ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവർക്ക് കഴിയുന്നില്ല. ഭൂവുടമകളിൽ നിന്നോ പണമിടപാടുകാരിൽ നിന്നോ കടത്തിന് കനത്ത പലിശ വാങ്ങേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു സാധാരണ നമ്മുടെ ഈ ഒരു ഒബിസികൾ ഇപ്പോഴും കടബാധ്യതയിലാവാൻ കാരണം. അവർ ദരിദ്രരായതുകൊണ്ടും അതുപോലെ അവർക്ക് അവരുടെ മകളുടെ വിവാഹമോ ഒന്നും കാര്യമായിട്ട് നടത്താൻ പറ്റുന്നില്ല. അവരുടെ ആഗ്രഹങ്ങളൊന്നും നിറവേറ്റാൻ ഉള്ളത് ഫണ്ട് അവരുടെ കയ്യിലില്ല. അതുകൊണ്ടാണ് അവരിപ്പോഴും ഇതുപോലെ കടമായിട്ട് കടബാധ്യതയിൽ നിലനിൽക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയാണ് നമ്മൾ ഈ ഒരു റിവിഷനിൽ പറഞ്ഞിട്ടുള്ളത്. സ്പീഡായിട്ട് പറഞ്ഞു പോയതാണ്. അപ്പോൾ നിങ്ങൾ ഈ റിവിഷൻ കാണുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ ചാപ്റ്റർ വൈസ് റിവിഷൻ കവർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാം എല്ലാവരും നല്ല രീതിയിൽ എഴുതുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.